C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വന്നാട്ടെ മീനാക്ഷി, ഈ സുന്ദരനും സുന്ദരിയും നിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോടാ, വേഗം പോയി ഇവരുടെ ചീട്ടെടുത്ത് ഇവരുടെ ഭാവി കാലം വളരെ മനോഹരവും സുന്ദരവുമാണെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കൂ. വാ മോനെ, വാ, ഇറങ്ങി വാ മോനെ. വാ മോനെ, എന്തെങ്കിലും തന്നാലേ നീ ഇറങ്ങി വരത്തുള്ളൂ എന്നാ പറയുന്നേ. വാ മോനെ, വാ, പുറത്തേക്ക് വാ. അയ്യോ സാറേ, കാശ് തരാതെ കാല് പുറത്തേക്ക് വെക്കില്ലെന്നാ പറയുന്നത് എന്റെ മീനാക്ഷി. ഉറപ്പായിട്ടും മനുഷ്യന്മാരുടെ ദുശീലങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. രാധിക എന്ന പേരിൽ ജാതകം നോക്കാൻ പറയും. വാമകളെ, കിളിമകളെ, മീനാക്ഷി, ഈ സാറ് നിനക്ക് വേണ്ടി 100 രൂപയാണ് തന്നിരിക്കുന്നത്. രാധികയ്ക്ക് ഒരു ചീട്ടെടുത്ത് ഭാവി പറയൂ. സബാഷ് മീനാക്ഷി, രാധിക മോളെ, നിനക്ക് വന്നിരിക്കുന്നത് ശ്രീരാമനാണ്. എന്ന് വെച്ചാൽ ഗുണശീലനും പരാക്രമശാലിയും ഏകപത്നി വ്രതക്കാരനും സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലൊരു ഭർത്താവ് മോൾക്ക് വരാനിരിക്കുന്നു എന്ന്. ദേവി, രാവിലെ അച്ഛൻ ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് അനുഗ്രഹിച്ചതാണല്ലോ. ചേച്ചിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായി. ഉടൻ തന്നെ നല്ല വിവാഹ ജീവിതം ഉണ്ടാകട്ടെ രാധികമ്മേ. അവളുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരാൾ, ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ അവൾക്ക് ഭർത്താവായി വരണേ ദേവി. അയാൾ മോളെ അമിതമായി സ്നേഹിക്കും. മോളെ നിലത്ത് വെക്കാതെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. അമർ, കേൾക്കുന്നുണ്ടോ? അല്ല, എന്നെപ്പറ്റി എന്നോട് തന്നെ പറയുമ്പോ അതൊക്കെ കേൾക്കാൻ എനിക്ക് എന്തോ പോലെ. രാധിക, അയ്യോ മതി മതി, നമുക്ക് പോയാലോ? മോളെ, ശ്രീരാമനോടൊപ്പം രാവണനും ഉള്ളതായിട്ടാ കാണുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.